മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ശ്വേത ചേച്ചി, ഇന്നത്തെ നാട്ടുകൂട്ടമായിട്ട് എത്തിയിരിക്കുന്നത് അടൂരിലെ ഏഴംകുളം പഞ്ചായത്തിലെ അംഗനവാടി ടീച്ചേഴ്സാണ്. ഹായ് ടീച്ചേഴ്സ്. ഭയങ്കര രസമുണ്ട് നിങ്ങളെയൊക്കെ ചിരിച്ചിപ്പോ കാണാൻ വേണ്ടി. കാരണം ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഫുൾ ചിരിക്കാൻ പോവാ. എന്തോ ഈ മൃദുല ഏത് അംഗനവാടിയിലെ ടീച്ചർ? ഞാൻ എന്റെ വീട്ടിലെ ടീച്ചറാണ് കേട്ടോ. അല്ല, ഞാൻ ആലോചിക്കാറുണ്ടോ, മീൻസ് വീട്ടിലുള്ള ഒരു കുട്ടീനെ മാനേജ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടാണ്. ഈ ടീച്ചേഴ്സൊക്കെ എങ്ങനെ ഇത്രയും പിള്ളേരെ മാനേജ് ചെയ്യണു, ഫുഡ് കൊടുക്കുന്നു, ഉറക്കുന്നു, എനിക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഞാനൊക്കെ ശരിക്കും പറഞ്ഞ കുട്ടി സ്കൂളിൽ പോകുന്ന ടൈമിനാണ് റെസ്റ്റ് എടുക്കുന്ന ടൈം. ഇവരെ സംബന്ധിച്ച് ഇത്രയും കുട്ടികളെ ഒരുമിച്ച് കാണുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്, അതും വീട്ടിലെ മക്കളെ നോക്കിയതിന് ശേഷമാണ് വന്നിട്ട് വീണ്ടും മക്കളെ നോക്കുന്നത്. പിന്നെ ഈ അംഗൻവാടി ടീച്ചറിന് നാട്ടുകാരുമായിട്ട് ഭയങ്കര കണക്ഷൻ ആയിരിക്കും. ഓരോ വീട്ടിലെ എത്ര ആൾക്കാരുണ്ട്, എപ്പോ വരും, അല്ല എല്ലാരും ഭയങ്കര കണക്ഷൻ ആയിരിക്കും. വേറെ കാര്യം അറിയോ, ഈ വനിതാ വാർഡൊക്കെ വരൂലേ ഇലക്ഷൻ സമയത്ത്, വനിതാ വാർഡാവുമ്പം ഏറ്റവും കൂടുതൽ ഇലക്ഷന് മത്സരിപ്പിക്കുന്നത് അംഗൻവാടി ടീച്ചർമാരായിരിക്കും. നാളത്തെ MP MLA അങ്ങനെ തന്നെയാണ് അല്ലേ? ഇതൊക്കെ പറഞ്ഞു തരുമ്പോ ശ്വേത ചേച്ചി പരിപാടി തുടങ്ങണ്ടോ? പിന്നെ അപ്പൊ ചേച്ചിയുടെ ടീം ആദ്യം ഇറങ്ങുന്നു. നമ്മുടെ കട്ട ടീമാ ഇനി വരാൻ പോണത്. ഇനി ചിരിച്ച് ചിരിച്ച് ഈ ഒരു എപ്പിസോഡ് വേറെ ലെവലിൽ പോവാൻ പോവാ. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മളുടെ എന്റെ ലാലു, ലാൽ ബാബു. അതെ, ഞങ്ങളുടെ ക്യൂട്ട് ലാലു എന്ന് നമ്മൾ വിളിക്കുന്നത് ലാൽ ബാബു ചേട്ടനെയാണ്. ചേട്ടനും ചേട്ടന്റെ ടീമുമാണ് വരാൻ പോകുന്നത്. അടിപൊളിയായിട്ട് ചിരിച്ചു. ഹലോ 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 ചെക്കിംഗ്, ഹലോ ടെസ്റ്റ്, മൈക്ക് ടെസ്റ്റ്. ഇവിടെ പറയുന്ന അവിടെ കേൾക്കാവോ? ഹലോ എന്ന് പറയുമ്പോ രമണിന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ 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 ഓക്കെയാണ്, സൗണ്ട് ഒക്കെ ഓക്കെയാണ്. തുടങ്ങിക്കോ. അല്ല, അത് വേറൊന്നുമല്ല, സ്പീക്കർ കസേരയാണെന്നുള്ള ക്യാരക്ടർ ഒന്ന് രജിസ്റ്റർ ചെയ്തതാണ്. അപ്പം നമസ്കാരം, ഞാനാണ് സ്പീക്കർ കസേര. അയ്യോ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ എന്തോരം ബഹളം നടന്നൊരു നിയമസഭയാണെന്ന് അറിയാമോ? ഇപ്പൊ തൃശ്ശൂർ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് കണക്കായി, ഒരു മനുഷ്യനും ഇല്ല. എന്തൊക്കെ മേളങ്ങളായിരുന്നു ചേച്ചിക്ക് അറിയാമോ? മുദ്രാവാക്യം വിളിക്ക്, കരിങ്കൊടി കാണിക്കല്, വാക്കൗട്ട്, പ്രതിഷേധം, എന്തൊക്കെ പരിപാടിയായിരുന്നു. ബാനർ പൊക്കി കാണിക്കുന്നു, പ്ലക്കാർഡ് പൊക്കി കാണിക്കുന്നു, വേറെ പലതും പൊക്കി കാണിക്കുന്നു. പിന്നെ ഈ നിയമസഭയ്ക്ക് ഒരു മാന്യതയുള്ളതുകൊണ്ട് ഈ പൊക്കി കാണിച്ചതൊന്നും ഞാൻ അധികം പറയുന്നില്ല. അല്ല, ബജറ്റിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. പൊന്നെ ഓർമ്മിപ്പിക്കല്ലേ, മറന്നതല്ല പറയാത്തതാണ്. എന്റെ മുന്നേ പണ്ട് ഇവിടെ ഒരു ബഡ്ജറ്റ് സമ്മേളനം ഉണ്ടായിരുന്നു. നടുത്തളത്തിൽ യുദ്ധമായിരുന്നു, യുദ്ധം. ഞാൻ നോക്കുമ്പോ ഈ ബെഞ്ചിൽ നിന്നൊരാള് നസീർ സാറിനെ പോലെ ഡൈവ് അടിച്ച് പൊന്നാപുരം കോട്ടയിൽ വന്ന് നിൽക്കുന്ന പോലെ ചേമ്പറിൽ കയറി നിന്നിട്ട് എന്റെ കാലയെ പിടിച്ച് കറക്കി നിലത്തോടി എന്നിട്ട് വലിച്ചളച്ചോണ്ട് നടക്കുക. അതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. അതിന്റെ ഒരു ആട്ടം എന്റെ കാലിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാണണോ? ആടാട് ആടാട് ആടാടാടാട് ആടാട് ആടാട് ആടാടാടാട് ആടാട് ആടാട് ആടാടാട് ആടാട് ആടാട്. നല്ല രസം ഉണ്ടായിരുന്നല്ലേ ആട്ടം? ഈ സ്കിറ്റ് തീരുന്നവരെങ്ങനെയാണെന്ന് ആട്ടട്ടാ. ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, ഡ്യൂറേഷൻ കൂടുതലെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ വെട്ടി കുറയ്ക്കാൻ പറഞ്ഞു. അതിന്റെ ഇടയിലാണ് ആടാട്. അപ്പം ഇപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇവിടെ ഒരു മുഖ്യനില്ല. അതാണ് ഇവിടത്തെ മുഖ്യ വിഷയം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾ ഒരാളെ ചോദിച്ചപ്പോ 3 പേരെ കൊടുക്കാൻ നിന്നാ നടക്കൂ. ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ലോട്ടറി ഒരുപോലെയാണ്. നാളെയാണ് മുഖ്യമന്ത്രി, നാളത്തെ മുഖ്യമന്ത്രി നിങ്ങളാകാം, നാളത്തെ മുഖ്യമന്ത്രി ഞാനാകാം, നാളത്തെ ഞെറുക്കെടുപ്പ്. എന്തൊരു അവസ്ഥയാണെന്നറിയാമോ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിൽ വലിയ വിഷമമൊന്നും ഇല്ല. പക്ഷെ വിഷമം മൊത്തം മുഖ്യമന്ത്രി കസേരയ്ക്കാ. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് ഇതുവരെ ആരും വന്ന് അവനിൽ ഇരുന്നില്ലെന്നും പറഞ്ഞിട്ട് അവൻ കരഞ്ഞ് നിലവിളിച്ചോണ്ട് നടക്കുക. ഇവിടെ കാണൂടെ? അതാ വരണ. ആരാടാ മുഖ്യമന്ത്രി? ബിഡിയാണോ, CD ആണോ, AD ആണോ, വാഷിംഗ് മെഷീൻ? ആരാണ് മുഖ്യമന്ത്രി? ഗ്രൈൻഡർ ആണ് മുഖ്യമന്ത്രി. ഇനി ഗ്രൈൻഡറും കൂടെ ഉള്ളു മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാനായിട്ട്. ബാക്കി സകലരും ചോദിക്കാം. എനിക്ക് സങ്കടമാണ്. എന്തിനു സങ്കടം? 3 പേരും കൂടി എന്റെ തലയെ കയറി ഇരുന്നാ ഞാൻ ഒടിഞ്ഞു പോകില്ലടാ. ആ കാര്യത്തിൽ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. 3 പേർക്കും കൂടി ഇരിക്കാനുള്ള കസേര സെറ്റ് ആക്കിയിട്ടുണ്ട്. എവിടെ? കാണ്. Chef Minister, sir. ഹലോ,
ഇത് സോഫ സെറ്റ് അല്ലേ? ഇതിനും നല്ലത് ബെഞ്ചാണ്. അതാകുമ്പോ കുറെ പേര് ഇരിക്കാലോ. ബെഞ്ചിനേക്കാളും നല്ലത് കട്ടിലാണടാ. ഇരുന്ന് ഭരിച്ച് തളരുമ്പോ കിടന്ന് ഭരിക്കാമല്ലോ. അതൊക്കെ നമ്മുടെ തമിഴ്നാട്. അവിടെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് ഭരണം തുടങ്ങി. ശ്ശോ, ആരാന്നറിയോ മുഖ്യമന്ത്രി? ദളപതി ജോസഫ് വിജയ്. അയാളുടെ സത്യപ്രതിജ്ഞ ഒന്ന് കാണണം. കേട്ടിട്ടുണ്ടോ നീ? അയ്യോ, ഞാൻ കേട്ട് സി ജോസഫ് വിജയനും ഞാൻ അത് കേട്ടിട്ടില്ലേ? എന്റെ വാർണിഷ് വരെ എനിക്കുന്നു. വാർണിഷ നമ്മള് കസേരയല്ലേ, മനുഷ്യന്മാർക്ക് രോമാഞ്ചം. കസേര നമുക്ക് വാർണിഷ് എന്ന് പറയാം. നമ്മളൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിട്ട് മാസ് കാണിക്കാൻ പറ്റണം. റിസൾട്ട് വന്നിട്ട് ഇവിടെ 1 മാസമായി. ഇതുവരെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തില്ല, പിന്നീട് മാസ് കാണിക്കാൻ പറ്റും. ഒന്ന് പോടാ അവിടെ നിന്ന്. നീ അങ്ങോട്ട് തീരുമാനിച്ചു. തീരുമാനിച്ചാ മുഖ്യമന്ത്രി തീരുമാനിച്ചാ? അല്ല, മുഖ്യമന്ത്രി തീരുമാനിച്ചെന്ന് പറഞ്ഞു. നീല പറഞ്ഞ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. ഓ, മുഖ്യമന്ത്രി തീരുമാനിച്ചെന്നല്ല പറഞ്ഞത്. വെട്ടക്കുറവ് കാരണം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ചർച്ച നാളത്തേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. എന്ന് പറ. ഇന്നലെ ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോ ചായയിൽ പഞ്ചസാര കുറഞ്ഞു എന്ന് പറഞ്ഞ് ചർച്ച മാറ്റിവെച്ചു. അത് മാത്രോ, മെനഞ്ഞാന്ന് ചോറ് കഴിക്കുമ്പോ കറിയിൽ കറിവേപ്പില കൂടിപ്പോയെന്ന് പറഞ്ഞ് ചർച്ച മാറ്റിവെച്ച്. ഈ മുഖ്യമന്ത്രി ചർച്ച ഡൽഹിയിൽ നടക്കുന്നോണ്ടേ കാക്കകൾ വരെ ടെൻഷൻ അടിച്ച് നടക്കുക. ചർച്ചക്കിടയിൽ കാക്ക തൂറി എന്ന് പറഞ്ഞോണ്ട് ചർച്ച മാറ്റിവെച്ചാലോ? ആരായിരിക്കും മുഖ്യമന്ത്രി? ആരായിരിക്കും മുഖ്യമന്ത്രി? നിനക്കിപ്പോ അറിയണല്ലേ? സിമ്പിൾ, ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ഫ്ലക്സ് ആരുടേത് വലിച്ചു കീറുന്നു അയാളായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി. എന്തൊരു കഷ്ടവും നോക്കണേ. അവനവന്റെ പാർട്ടിക്കാർ തന്നെ ഫ്ലക്സ് വെക്കുന്നു, അവരുടെ പാർട്ടി തന്നെ അത് വലിച്ചു കീറുന്നു. ഈ ഫ്ലക്സ് വലിച്ചു കീറുമ്പോ ഇവര് ചിന്തിക്കുന്നില്ലേ ട്രോളന്മാർ ഇവരെ വലിച്ചു കീറുന്നു? അതിനുള്ള ബോധം പോലും ഇല്ല. ആ ബോധം ഉണ്ടെങ്കിൽ അവര് ചെയ്യോ? ഒരു കാര്യം ഞാൻ പറട്ടെ, കേരളത്തിൽ ഇപ്പൊ ഹിറ്റ് ആവുന്ന ഒരു ബിസിനസ് ഉണ്ട്. എന്താണ്? ഫ്ലക്സ് കട. അത് കറക്റ്റ് ആണ്. തോറ്റാലും ഫ്ലക്സ് വയ്ക്കുന്നു, ജയിച്ചാലും ഫ്ലക്സ് വയ്ക്കുന്നു, ജയിച്ചവരെല്ലാം കൂടി ഒരാൾക്ക് ഫ്ലക്സ് വയ്ക്കുന്നു. എന്തൊരു അവസ്ഥയെന്ന് പറഞ്ഞിട്ട്. ഒരു സത്യം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഭരണത്തിലിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ പേരുദോഷവും ട്രോളുകളും ഒക്കെ ഏറ്റുവാങ്ങുന്ന ഒരു വകുപ്പാണ് എന്റേത്. ഇനി വരുന്ന ഒരാളെങ്കിലും മര്യാദക്ക് ഇരുന്നൊന്ന് ഭരിച്ചാ മതിയായിരുന്നു. അതിനുള്ള ആരോഗ്യം എന്റെ ദൈവമേ കൊടുക്കണേ. അത് ശരിയാണ് കേട്ടോ. ആരെങ്കിലും തൊട്ടുവെന്നും പറഞ്ഞു ഉടനെ പോയി അഡ്മിറ്റ് ആവുന്ന ടീമൊന്നും വരാതിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. എന്തായാലും ആരായിരിക്കും മുഖ്യമന്ത്രി? ആരായിരിക്കും മുഖ്യമന്ത്രി? അതാ പ്രതിപക്ഷം. കുറച്ച് ദിവസമായി എന്നെ കാണുമ്പോ അങ്ങ് ഭയങ്കര കളിയാക്കലാണെന്ന്. നിങ്ങളെ മുഖ്യമന്ത്രിയെ കിട്ടിയോന്ന് ചോദിച്ചോണ്ട്. അത് സംഭവം വേറൊന്നുമല്ല. ഇലക്ഷൻ റിസൾട്ട് വന്ന 2 ദിവസം അവനൊന്ന് സൈലന്റ് ആയിരുന്നു. ഇവിടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കത്തോട്ട് അവൻ വയലന്റ് ആയി തുടങ്ങി. പക്ഷെ ഞാൻ അവനെ നോക്കി വച്ചിട്ടുണ്ട്. നോക്കി വെച്ചിട്ട് എന്താ കാര്യം? പ്രതികരിക്കണ്ടേ? എടാ, ഞാൻ എങ്ങനെ പ്രതികരിക്കും? മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാലല്ലേ സ്പീക്കറെ പ്രഖ്യാപിക്കുള്ളൂ. സ്പീക്കറെ പ്രഖ്യാപിച്ചാലല്ലേ ഇവിടെ വന്നിരിക്കുള്ളൂ. ശരിയാണ്. അല്ലാണ്ട് ഞാൻ വെറുതെ പ്രതികരിച്ചാലേ കറണ്ട് ഇല്ലാത്ത സമയത്ത് വീട്ടിൽ സ്പീക്കറിൽ പാട്ടിട്ടാണെങ്കിൽ ഒരു മനുഷ്യൻ കേൾക്കൂലെന്ന്. ശരി. ആരായിരിക്കും? അവന്തോ വരണം കേട്ടോ. അവന്തോ വരാം, അവൻ വരട്ടെ. കോമഡി 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 ഫുൾ ടൈം കോമഡി. സാധാരണ തോറ്റാലാണ് കോമഡി, ജയിച്ചപ്പോഴാണ് കോമഡി. മുഖ്യമന്ത്രി ഇല്ലല്ലോ. സത്യം പറഞ്ഞ പത്രം പോലും തുറക്കാൻ വയ്യ. എന്താ ഒട്ടിപ്പിടിച്ചിരിക്കണം? എങ്ങനെ സാധിക്കുന്നടാ? എങ്ങനെ സാധിക്കുന്നു? മുഖ്യമന്ത്രി പോലും കണ്ടുപിടിക്കാതിരുന്നിട്ട് ഇങ്ങനത്തെ കോമഡി പറയാൻ എങ്ങനെ സാധിക്കുന്നടാ? ഇങ്ങോട്ട് പറയുന്നത് അവന്റെ അടുത്തോട്ട് പോയി ഞാൻ. ഭയങ്കര കോമഡി. എടാ, തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന നിനക്ക് ഇത്രയും അഹങ്കരിക്കാമെങ്കിൽ ജനങ്ങൾ വോട്ടിട്ട് 102 വോട്ട് MLA-മാരുടെ ഭൂരിപക്ഷമുള്ള ഞങ്ങൾക്ക് കോമഡി കാണിക്കാം. ആ കോമഡി ജനങ്ങൾ കാണുന്നുമുണ്ട്. നീയൊക്കെ തോറ്റതല്ലടാ സംസാരിക്കുന്നത്. അല്ലല്ല, തോറ്റതിനൊരു കാരണമുണ്ട്. ഞങ്ങൾ വിശദമായി പഠിച്ചപ്പോൾ ഞങ്ങളുടെ ക്യാപ്ഷനാണ് പ്രശ്നം. ഞങ്ങളുടെ ക്യാപ്ഷൻ പണിയുന്നു. നിങ്ങളുടെ ക്യാപ്ഷൻ എന്തോന്ന് കുഴപ്പം? നല്ല ക്യാപ്ഷൻ ആയിരുന്നില്ലേ? ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്? അതാണ് വോട്ടർമാരും ചോദിച്ചത്. ഇവമാരല്ലാതെ മറ്റാരുണ്ടെന്ന്. അങ്ങനെ മാറ്റിക്കുത്തി. അതാണ് പണി കിട്ടിയത്. അല്ല, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. പക്ഷെ പത്രത്തിൽ കോമഡികളേ ഉള്ളൂ. പത്രത്തിൽ കോമഡി വാർത്തകൾ. ഞാൻ വായിക്കാം. മുഖ്യമന്ത്രിയെ ആവശ്യമുണ്ട്. തന്റെതല്ലാത്ത കാരണത്താൽ വോട്ടർമാർക്ക് നല്ലൊരു മുഖ്യമന്ത്രിയെ ആവശ്യമുണ്ട്.
ഭൂരിപക്ഷവും ജില്ലയും കുഴപ്പമില്ല. നല്ല ചിരിയും നല്ല ഇങ്ങനെ കൈ കാണിക്കുന്ന ഒരാളാണെങ്കിൽ അത്രയും നല്ലതെന്നാണ് പറയുന്നത്. നല്ല നല്ല വാർത്തയാണ്. അല്ല, പിന്നെ വേറൊരു വാർത്ത ഉണ്ട്, അത് വായിക്കട്ടെ. എന്താ വാർത്ത? മുഖ്യമന്ത്രിയെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്നും വിജയെ 3 മാസത്തേക്ക് വാടക അത് കള്ള വാർത്ത. ഉള്ള വാർത്ത തന്നെ. കള്ള വാർത്ത എന്ന് പറഞ്ഞാൽ കള്ള വാർത്ത. എന്നാ പിന്നെ നിങ്ങൾ മുഖ്യമന്ത്രി ആക്ക്. മുഖ്യമന്ത്രി ആക്കണേ. നിങ്ങൾ മുഖ്യമന്ത്രി ആക്ക്. ഒരു വടങ്ങ് ആക്കല്ലേ. ഞാൻ ആക്കും. ഒരു പ്രഥമ സമയത്ത് പറഞ്ഞെന്നറിയാമോ? ഭയങ്കര കോമഡി ആയിരുന്നു. ടീം PDF. അറിയാമോ? ഈ ടീം PDF എന്ന് പറഞ്ഞ ആൾക്കാര് 3 ടീമാര് ജംഗ്ഷനിൽ കിടന്ന് പാടി. അതാണ് എന്നെക്കാൾ വലിയ കോമഡി. പിന്നെ വേറെ കേസ് നിങ്ങൾ എന്ത് പറഞ്ഞത്? മിനിറ്റുകൾക്കകം ഞങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. എവിടെ മുഖ്യമന്ത്രി പറയൂ. അല്ല, നീ കേട്ടതിന്റെ പ്രശ്നമാണ്. എന്തോന്ന്? ഞങ്ങൾ മിനിറ്റുകൾക്കകം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എത്രാമത്തെ മിനിറ്റിട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. എടാ 2,312 മിനിറ്റ് ആയടേ. നിങ്ങൾ തീരുമാനിക്കേ. ആക്ച്വലി നിങ്ങൾ എന്താണ് മുഖ്യമന്ത്രി തീരുമാനിക്കുക? അത് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ രാഹുകാലം ആവണോ? രാഹുകാലം ആയാലേ പറ്റൂ. രാഹുകാലം ആവണം. രാഹുകാലം ഡൽഹിയിലെ തീരുമാനിച്ചാലേ പറ്റുള്ളൂ മുഖ്യമന്ത്രിയാവാൻ. ഇന്ന് തീരുമാനിക്കും. നമ്മളെ 45 MLA ഡൽഹിക്ക് പോയിട്ടുണ്ട്. ഇന്ന് തീരുമാനിക്കും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ 45 MLA അങ്ങോട്ട് പോണേക്കാണ് നല്ലതേ. അവിടുന്ന് 3 പേര് ഇങ്ങോട്ട് വന്നാ ടിക്കറ്റില്ലാതെ സമയം കളയണ്ടേ? ഞങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾക്ക് മുഖ്യമന്ത്രി തീരുമാനിക്കണം. ഫ്ലൈറ്റ് മുഖ്യം. അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾക്ക് മുഖ്യമന്ത്രി തീരുമാനിക്കണമെങ്കിൽ ഫൈറ്റ് മുഖ്യം. അതാണ് പറയുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സംഭവം എന്ന് പറഞ്ഞാൽ കല്ലട പോയി ചർച്ച നടത്തി, കിളിമാനൂർ പോയി ചർച്ച നടത്തി, നെടുമങ്ങാട് പോയി ചർച്ച നടത്തി എന്ന് പറഞ്ഞ ഒരു വിലയില്ല. ഡൽഹിയിൽ പോയി ചർച്ച നടത്തി. ഈ ഡൽഹിയിൽ ഇങ്ങനെ വളച്ചൊക്കെ പേപ്പറിൽ എഴുതി വരുമ്പോ നിനക്കത് മനസ്സിലാക്കണം. പിന്നെ ഡൽഹി എന്ന് പറയുമ്പോ നീ കൂടുതൽ ചൊരുക്കണ്ട. നിങ്ങൾ ഡൽഹിയിൽ ഇല്ലല്ലോ. നമ്മൾ വരും, നമ്മൾ ഉറപ്പായിട്ടും വരും. അങ്ങനെ പറയല്ലേ, നമ്മൾ ഉറപ്പായിട്ടും വരും. പക്ഷെ നിങ്ങൾ ഫ്ലൈറ്റിന്റെ അകത്തൊരു കോമഡി അറിഞ്ഞു. നിങ്ങളുടെ MLA-മാരെല്ലാം കൂടെ ഫ്ലൈറ്റിൽ പോയപ്പോഴേ ഒരു MLA ഫ്രണ്ട് സീറ്റ് കയറിയിരുന്നു. അതേത് സീറ്റ്? പൈലറ്റിന്റെ സീറ്റ്. പുള്ളിയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞോണ്ട് എന്തിനാ ഇങ്ങനെ സീറ്റ് കണ്ട് ഇത്ര ആക്രാന്തം കാണിക്കുന്നത്? അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഇതാണ്. സീറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു ആക്രാന്തം പോയി. അതെ. ഫോൺ വന്ന് ഹൈക്കമാൻഡ് കസേര വിളിക്കുന്നു. ഹൈക്കമാൻഡ് എടുത്ത് നോക്കടാ. തീരുമാനിച്ച ചോയ്ക്ക്. തീരുമാനിച്ചു. ആരാണ് മുഖ്യമന്ത്രി? ആര് മുഖ്യമന്ത്രി? അല്ല, അത് മുഖ്യമന്ത്രി അല്ല തീരുമാനിച്ചത്. പിന്നെ വോട്ടിട്ട് ജയിപ്പിച്ച ജനങ്ങളെല്ലാം കൂടെ ചർച്ചയ്ക്ക് ഡൽഹിക്ക് അല്ല. അങ്ങനെ കോമഡി എന്താ അവസ്ഥയാണെന്ന് നോക്കിയിട്ട് ഒരു വോട്ടിട്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ദ്രോഹിക്കാമോ മനുഷ്യരാ? കഷ്ടമാണ്. ശരിക്കും നിങ്ങൾ എന്താണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്? അത് ഒരു വലിയൊരു കഥയാണ്. അതൊരു വലിയ കഥയാണ്. നിനക്കൊരു കഥ പോലെ തന്നെ ഞാനത് പറഞ്ഞുതരാം. പറയടേ. അതായത് 2 കുട്ടികൾ 10 വർഷമായിട്ട് ഇങ്ങനെ തോറ്റു കിടക്കുന്നു. അവസാന പരീക്ഷയിൽ അവർ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോടെ നല്ല റിസൾട്ടോടെ പാസ്സായി. അടിപൊളി. അപ്പോ സ്കൂളിലും കയറാതെ ക്ലാസ്സിലും വരാതെ ഡൽഹിയിലൊക്കെ കറങ്ങി നടന്ന ഒരു കുട്ടി വന്നിട്ട് പറയുന്നു, എനിക്ക് 1ാം റാങ്ക് വേണം. എങ്ങനെ സമ്മതിച്ചു കൊടുക്കും? അവർ രണ്ടുപേരും സമ്മതിക്കൂ. അതാണ് പ്രശ്നം. ഇതിൽ നിന്ന് എന്ത് പഠിച്ചു? ഇത് ഞാൻ ഒന്നും പഠിച്ചില്ല, ജനങ്ങൾ പലതും പഠിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം. ഈ പ്രതിപക്ഷ കസേര ഇരിക്കണ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ടെൻഷൻ വേറൊന്നുമല്ല. നിങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിയുമ്പോഴേ ഈ ബാക്കി തീരുമാനിക്കാത്ത ആൾക്കാരില്ല, അവരൊന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന അക്കാര്യത്തിൽ നീ പേടിക്കണ്ട. ഭരണപക്ഷവും പ്രതിപക്ഷവും ഭരണപക്ഷത്തിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് പണിക്കുറവുണ്ട്. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം. നമ്മളെല്ലാം കസാരകളാണ്. ആര് ഭരിക്കാൻ വന്നാലും നല്ലതുപോലെ ഭരിക്കണം. അതെ എനിക്ക് പറയാനുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യണം. അതെനിക്ക് പറയാനുള്ളൂ. അതിനു വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മളും ചെയ്യും. ചെയ്തില്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന് ഞങ്ങൾ ജയിപ്പിക്കും. നിങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും നല്ല നല്ല സംഭവങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പാസ്സാക്കും. എനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. ഈ കസേരകളെല്ലാം കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നതാണ്. എനിക്ക് അതിന്റെ ഒരു ആഹ്ലാദം, ഒരു സന്തോഷമൊക്കെ കേട്ടോ. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ച MLA-മാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കസേരകളിലൊക്കെ ഒരുപാട് മഹാരഥന്മാരിരുന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ നാടിനെ ഉയർത്തിക്കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് ഈ റോഡിലും ഗ്രൂപ്പ് പോരും ഇതൊക്കെ നടത്തുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു സമയമെങ്കിലും, ഒരു നിമിഷമെങ്കിലും നിങ്ങളെ മനസ്സിൽ ഈ മഹാരഥന്മാരെയൊക്കെ ഒന്ന് ഓർത്താൽ നല്ലതാണ്.
വേഗോളം കാക്കാൻ 6 ഓളം കാക്കാൻ പറ്റും. എത്ര ദിവസം കൊണ്ടിരുന്ന് പുടുക്കണം. ഇപ്പൊ പറഞ്ഞുതരാം കൊണ്ട് ചുമ്മാ ഇരിക്കും. ഹലോ, തീരുമാനിച്ചു. സർ സർപ്രൈസ്. സർപ്രൈസ്. വടക്കേക്കരക്കാർ ഇറക്കാൻ പോകുന്ന ടീമിനെ നിങ്ങൾ കാണാൻ റെഡിയാണോ? ഞങ്ങൾ റെഡിയാണ്. ചിരിക്കാൻ റെഡിയാണെങ്കിൽ ബാറ്ററിയും റെഡി ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ അഖിലേ പൊളിക്ക്. നാട്ടുകൂട്ടം നമ്മുടെ ഏഴംകുളത്ത് നിന്ന് ആയതുകൊണ്ട് നാട്ടുകൂട്ടത്തിനെ ചിരിപ്പിക്കാൻ വേണ്ടി ഏഴംകുളത്ത് നിന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും ഇറക്കാൻ വേണ്ടി അപ്പൊ ചിരിക്ക് പവർ കൂടും. ചിരിക്കില്ലേ? ഞങ്ങൾ ചിരിക്കും. ഞങ്ങൾ ചിരിക്കാം. നിങ്ങൾ ആരും ശ്രദ്ധിക്കണോടെ ചിരിക്കില്ലേ? ഞങ്ങൾ ചിരിക്കും. എലി ഇറക്കിക്കോ. ഏഴംകുളം പഞ്ചായത്തിൽ നിന്നും നമ്മുടെ സ്വന്തം രാധിക ചേച്ചി. രാധിക ചേച്ചി പറയുമ്പോൾ ഇപ്പൊ ഒരു ചെറിയ കുടുംബമുണ്ട് ചേച്ചിക്ക്. 2 പിള്ളേരുണ്ട്. പിള്ളേരെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ആ പിള്ളേരും അമ്മയും കൂടെ വീണ്ടും വരുവാണ്. അപ്പൊ രാധിക ചേച്ചി, സോനയും പ്രണവും സ്റ്റേജിലേക്ക് വരും. 3 പൂക്കീസ്. 3 പൂക്കി. ഒരു മിനിറ്റ് ചേച്ചി, ബാറ്ററി ഓൺ ആണ്. ഗൈസ് ചിരിക്കാൻ റെഡി ആയിക്കോ. ദാ വരും. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി. അടിപൊളി. നീ കോഴി മുട്ട ഇട്ടാ നോക്കടി. അമ്മ ഇത് മുട്ടയിരുന്ന കോഴിയല്ല. എന്തടാ ഞാൻ പോട്ടാടി ചേച്ചി. നീ പോത്താന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഇടി ഞാൻ ഗൾഫിൽ പോണേന് നിനക്ക് ഒരു വിഷമമില്ലേ? നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ മോൻ ഗൾഫിൽ പോകുന്നേ? അല്ല, നിന്നെ കെട്ടിച്ചുവിടാൻ വേണ്ടിയല്ല. ഷർട്ടൊക്കെ അങ്ങോട്ട് നേരെ ഇട്ട് നീ ടൈയൊക്കെ മുറുക്കത്തൂല്ല. ഒന്നുമില്ല. അതെ, ഇതെല്ലാം സമയത്ത് എടുത്തു വെച്ചില്ലെങ്കിൽ അമ്മയുടെ വായിരിക്കുന്ന ഞാൻ കേൾക്കേണ്ടി വരും. എന്തുവാടാ വാഴയില നീ പൊതിച്ചോറ് കെട്ടാൻ പോകുന്നടാ? ട്രെയിനില് വെള്ളമില്ല, പേപ്പറിനാണ് അറിഞ്ഞത്. പിന്നെടാ, നീ അവിടെ ചെന്നിട്ട് ബുർജ് ഖലീഫയൊക്കെ നേരിട്ട് കാണാൻ പോവാണല്ലോ. അവക്കൊക്കെ ഭയങ്കര ജാടായിരിക്കും, സെലിബ്രേറ്റ് ചെയ്യല്ലേ. കെട്ടിടത്തിനോ? കേട്ടോ, ബുർജ് ഖലീഫ. എടാ, അവിടെ ചെന്നിട്ടേ അതിന്റെ മുന്നിൽ നിന്ന് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നെ. എടാ, സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിട്ടാ. ഓക്കെടാ. ഇളകാതടി, നിന്റെ ഒരു ചക്കയല്ലേ എടുത്തുള്ളൂ ഞാന്, അല്ല നിന്റെ ചങ്കൊന്നും എടുത്തില്ലല്ലേ. ഇവക്കെന്തിനാ ചക്ക? ഞാനിന്ന് തൊഴിലുറപ്പിന് വരത്തില്ല കേട്ടാ. കൊച്ചിന്റെ കൂടെ ചിലപ്പോ പ്ലെയിൻ സ്റ്റാൻഡ് വരെ പോകും. പ്ലെയിൻ സ്റ്റാൻഡോ? ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, പിന്നെ പ്ലെയിൻ നിൽക്കുന്നട എവിടാ? അമ്മ, അത് എയർപോർട്ട്. അതാ ചെറുക്കൻ ചെവി വെക്കുന്ന സാധനം ഇല്ലയോ? അങ്ങനെ പറയും, അങ്ങനെ പറയൂ. എന്തൊക്കെ ഏർപ്പാടാ. അയ്യോ, ഇതാരാ? അമ്മയുടെ സുന്ദരൻ, അമ്മയുടെ സുൽത്താൻ. ചുമ്മാ മക്കള് ഗൾഫിൽ പോയിട്ട് വരുമ്പോഴേ അമ്മയ്ക്ക് കുറച്ച് മണ്ണെടുത്തോണ്ട് പറഞ്ഞേ. അമ്മയുടെ വലിയ ആഗ്രഹമാ ഏതെങ്കിലും വിദേശ മണ്ണി കാല് ചവിട്ടണോന്നുള്ളത്. അമ്മ എന്തിനാ ഈ ചക്ക കൊണ്ടുവന്നേക്കുന്നേ? ഇടി, നമ്മുടെ തങ്കമണി കുഞ്ഞമ്മക്ക് ദുബായിലുള്ള കൊടുത്തുവിടാനാ ഇവന്റെ കയ്യില്. ഈ ചക്കയൊന്നും ബാഗിയൊക്കെ ഉള്ള സ്പേസ് ഇല്ലേ അമ്മ? വേണ്ട, നീ ഇരിക്കുന്ന സീറ്റിന്റെ അടിയിലോട്ട് അങ്ങോട്ട് കാലും ചവിട്ടി പിടിച്ച് അങ്ങ് ഇരുന്നാ മതി. ഇച്ചേ അവിടെ വരുമ്പം ആ ജനലിൽ കൂടെ എടുത്ത് അങ്ങോട്ട് കൊടുക്കണം. അമ്മ എന്ത് തമാശ കാണിക്കണ? പ്ലെയിനില് ചക്കയും കൊണ്ട് ദുബായ് വരെ 4-4.5 മണിക്കൂർ ചവിട്ടി പിടിച്ചോണ്ടിരുന്ന മടിയിലെടുത്ത് വെക്കണല്ലേ എളുപ്പം. അമ്മയ്ക്കൊത്ത മോൻ തന്നെ. എടാ, ആ ചക്ക എടുത്ത് മടി വെച്ച് കഴിഞ്ഞാ ആ ചക്കയ്ക്ക് കൂടെ പിന്നെ ടിക്കറ്റ് എടുക്കേണ്ടി വരത്തില്ലേ? എന്ത് ചെയ്യും? ഈടി എന്തുവായി പറയുന്നത്? അര ടിക്കറ്റ് എടുത്താ മതി ഇതിന്. അപ്പൊ പ്രശ്നം അങ്ങ് തീരും. പ്രശ്നം തീർന്നോ? പ്രശ്നം തീരില്ല. എന്ത്? ഈ 18 വയസ്സ് മാത്രമുള്ള എന്നെ എന്തിനാ അമ്മ ഗൾഫിലൊക്കെ കഷ്ടപ്പെടാൻ പറഞ്ഞോ? എനിക്ക് പോണ്ടമ്മ. മക്കൾക്ക് ബോണ്ടയും പരിപ്പോടെയും അമ്മ മേടിച്ചു. അമ്മ പറയട്ടാ, മക്കള് പോയിട്ട് വേണം ഈ വീടൊന്ന് പച്ച പിടിപ്പിക്കാൻ. അതിന് എന്നെ എന്തിനാ 1 ലക്ഷം രൂപ ചെലവാക്കി ഗൾഫിൽ വരുന്നത്? 800 രൂപയ്ക്ക് ഒരു പാട്ട പച്ച പെയിന്റ് വെച്ച് വീടിനടിച്ചാ പോലെ. പച്ചത്തെറി ഞാൻ വിളിക്കും ഞാൻ കേട്ടാ. നീ പോയിട്ട് വേണം 1 വർഷം കഴിഞ്ഞ് ഈ കൊച്ചിന്റെ കെട്ട് നടത്താൻ എനിക്ക്. ഒരു വർഷം 12 മാസം 52 ആഴ്ച 365 ദിവസം
ഇത്രയും ദിവസം വേണം എനിക്ക് ഇനി കല്യാണം കഴിക്കാൻ. ഇപ്പം കഴിഞ്ഞ വർഷമേ അങ്ങ് പോയാ മതിയായിരുന്നു. അങ്ങനെയായിരുന്നു എനിക്കിപ്പൊ കല്യാണം കഴിക്കായിരുന്നു. അമ്മേനെ അനുഗ്രഹിക്കും. എല്ലാരും സദ്യയൊക്കെ കഴിച്ചിട്ട് പോകാവുള്ളൂ കേട്ടോ. ആ കല്യാണപ്പത്തിൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരാവോ? ഇറങ്ങി അമ്മ. പോയി ആ 4 ആണ്ടമാവ് ഇത് 4 മാങ്ങ പറിച്ചോണ്ടോ കൊച്ചിന് കൊടുത്തു വിടാൻ. അത് 3 ആണ്ടമാവ്. 3 ആണ്ടായിട്ടും അത് കായ്ച്ചില്ല. ഈ 4 ആണ്ടിൽ അത് കായ്ച്ചത്. അതുകൊണ്ട് 4 ആണ്ടമാവ്. പോയി പറിച്ചോണ്ട് വരി. ചേച്ചി അവിടെ ഇല്ലടി, ആ നിക്കുന്ന മാവ് നീ കണ്ട? അത് ക്യാമറ, ഇതാണ് മാവ്. മാവ് നീ കണ്ട? ഇതിൽ ഞാൻ ഡെയിലി കല്ല് ഇറക്കി എറിയായിരുന്നു. 432 കല്ല്. ആ കല്ലിന്റെ എണ്ണം എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അറിയാം? അപ്പുറത്തെ രാഘവൻ കൊച്ചാട്ടന്റെ 432 ഓട് ഞാനാണ് മാറ്റിയിട്ടത്. എന്നിട്ടും അങ്ങനെ എന്നെ ഇച്ചിപ്പോ എന്ന് പറഞ്ഞില്ല. എന്താ കാര്യം? അങ്ങേർക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ലായിരിക്കും. അതല്ല, അങ്ങേരുടെ വീടിന്റെ തറ കെട്ടിയതേ ഇവൻ എറിഞ്ഞ ആ കല്ലുകൊണ്ടാ. എന്താ കല്ലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തെ. ഇവന് കൊണ്ടുപോകാനുള്ള ചപ്പാത്തി എടുത്തു വെച്ചായിരുന്നോ? കേട്ട് വന്നേ, എന്തോ കല്ലും എന്റെ ചപ്പാത്തിയും തമ്മിൽ ഇത്ര സംബന്ധിച്ചു? എനിക്ക് അല്ലെങ്കിൽ ആർക്ക് വേണം നിങ്ങളെ ചപ്പാത്തി? ഗൾഫിൽ ആവശ്യം പോലെ കുബൂസ് കിട്ടും. ഇവിടെ ആവശ്യത്തിന് പോലും ഒന്നില്ല. 1 വർഷമായി പഞ്ചായത്ത് ഞാൻ അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കക്കൂസ്. രണ്ടും എനിക്ക് ആവശ്യമാണ്. കുബൂസ് കക്കൂസിലോട്ടല്ലേ പോണത്. അത് ഇവർക്ക് പണ്ടേ അറിയാം. അതാണ് ഈ പേരിലെ പ്രാസം. കുബൂസ് കക്കൂസ്. നിങ്ങൾ ഇന്ന് കളിച്ചോണ്ടിരുന്നോ? അമ്മ ഒരു കാര്യം പറഞ്ഞ എന്തുവാ? ഇന്ന് ഇവനാ അംഗനവാടി പോയേക്കുന്നത് രാജി ടീച്ചറിനെ കാണാൻ വേണ്ടിട്ട്. എടി അവൻ ഗുരുത്തമുള്ള നടി, അനുഗ്രഹം മേടിക്കാൻ പോയതല്ലയോ? അനുഗ്രഹം മേടിക്കാനല്ല, അമൃതം പൊടി മേടിക്കാനാണ് അവൻ പോയത്. ടീച്ചർമാരെല്ലാം നോക്കി അതെങ്ങനെ നോക്കൂ ഇനി? എന്താന്ന് അറിഞ്ഞൂടമ്മ, കറക്റ്റ് 3 ആകുമ്പോ എനിക്ക് അമൃതം പൊടി തിന്നാൻ തോന്നി. നേഴ്സറി പഠിക്കുന്ന കൊച്ചിനെയാണ് അമ്മ ഗൾഫിൽ പറഞ്ഞു വിടാൻ നിൽക്കുന്നേ. എന്റെ പൊന്നുമക്കളെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏകദേശം 1 വർഷത്തേക്ക് എത്ര ശതമാനം കേറും അമൃതം പൊടി? 1 ചാക്ക് മതിയാവും അമ്മ. എന്റെ പൊന്നുമക്കൾ ഒരു കാര്യം കണ്ടിട്ടുണ്ടോ? ഗൾഫിൽ നയിക്കുന്ന ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ടോ? അതിൽ ഇങ്ങനെ കൂടിക്കിടക്കുന്ന എന്തുവാ? അല്ല, അമൃതം പൊടി. അങ്ങനെങ്കിലും എന്തോ പോട്ടടി. അയ്യോ ഒലിച്ചിറങ്ങുന്ന തുടങ്ങി. ഇതൊന്ന് വിസയില്ലയോ? ഇതിനകത്തിലാണെങ്കിൽ കുഞ്ഞിന്റെ അവധി എന്നാണെന്നും എന്ന് വരുമെന്നും ശമ്പളം എത്രയൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കിക്കേ. വിസയൊക്കെ അറബിയാണ്. അത് തലയെക്കെട്ടുണ്ടോ? അറബിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു മലയാളം തിരിച്ചു വെച്ചിരിക്കണ. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി. നോക്കേ, ഒത്തിരി അവധി ഉണ്ടെന്ന് തോന്നുന്നു. എടി നമ്മളെ വീടിന്റെ ഐശ്വര്യം നീയാണല്ല, നീ എന്നെ അങ്ങ് വായിരി. ഓടാ അവിടുന്ന്. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി. എന്താ ചില്ലക്ഷരോ മൊത്തം പൊട്ടിച്ചിതറിയൊക്കെ ഇരിക്കുന്നു. പോടാ കള്ള, നീ മറന്നു പോയിട്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ ഏറ്റവും ഐശ്വര്യമുള്ള ആർക്കാടാ? നമ്മുടെ അമ്മയ്ക്ക്. അമ്മ തന്നെ ഇത് വായിച്ചാ മതി. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി. അറബി വിടുമ്പോ അവൻ വരട്ടെ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? പിന്നെ ഇല്ലേടാ, അറബി ഇങ്ങോട്ട് വിട്ടില്ലേരുവേ, അവിടെ ചെന്നിട്ട് നീ എനിക്കൊരു മൊബൈൽ ഫോൺ കൊടുത്തു വിടണേടാ. അമ്മയ്ക്കൊരു അമൃതാഞ്ജന കൂടെ. ഇവക്ക് മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ മെയിൻ തലവേദന ഇവളാണ്. വലിയ കാര്യമായി പോയി. എല്ലാം എടുത്ത് വെക്കുന്നുണ്ടോ? പോകാനുള്ള സമയമായി. അമ്മ വിഷമിക്കാതമ്മ, ഞാൻ പോയിട്ട് 2 ദിവസം കഴിയുമ്പോ വരൂലേ? ഞാൻ പണയം വെച്ചാ വിടുന്നത്. എടാ 2 വർഷം കഴിയാതെ ഈ വീടിന് 2 വർഷം കഴിഞ്ഞിട്ട് നീ തിരിച്ചു വരുമെന്നോ? എന്റെ ആകെ പ്രതീക്ഷ നിന്നിലായിരുന്നു. എന്റെ കല്യാണം നടത്താൻ നീ സമ്മതിക്കത്തില്ലേടാ. ആ കൊച്ചു പോകുമ്പോഴേക്കും ഇച്ചിരി സ്വസ്ഥത കൊടുക്കടി. മക്കളാ പ്ലെയിനെ കയറി ഈ വീടിന്റെ മണ്ടയ്ക്ക് കൂടെ പറന്നു പോകുമ്പോ അമ്മ താഴെ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ വിഷമം കൊണ്ട് കാണിക്കും. പക്ഷെ മക്കള് പ്ലെയിനകത്ത് ഇരുന്ന് അമ്മ നിൽക്കുന്നു കാണിക്കരുത്. പ്ലെയിനെ ഇങ്ങനെ കുലുങ്ങും. എന്റെ അമ്മ നിന്ന് തമാശ കാണിക്കാതെ ഇപ്പൊ തന്നെ 8 മിനിറ്റ് ആയി. ഇതൊന്നും എടുത്തു വെച്ചാൽ അയ്യോ, അതാണ് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ പോട്ടാ അമ്മ. നീ ദോശ ഇട്ടിട്ട് ബാക്കി മാവ് ഫ്രിഡ്ജ് വെക്കുമ്പോ വീണ്ടും ദോശ വേണമെന്ന് ഞാൻ വന്ന് പറയൂല. പലഹാരമൊക്കെ കുറച്ച് കാണിച്ചാൽ മതി. നീ ആരുടെ അടി കൂടും?
പൊരിച്ച മീൻ്റെ വലിയ കഷ്ണം, റിമോട്ട്, മൊബൈല് എല്ലാം ഒറ്റയ്ക്ക് എടുക്കാല്ലേ. ഞാൻ ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. നിങ്ങളെ ചക്കയും കൊണ്ട് ഞാൻ പോണം. ടാറ്റ മോനെ. ഡാ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഡാ, നീ അങ്ങനെ അങ്ങ് പോവാണോ? നീ പോയാ ചങ്ക് തകർന്ന് നിൽക്കുന്ന ഒരാൾ ഇവിടെ നിപ്പുണ്ട്. ഒരു ഉമ്മെങ്കിലും കൊടുത്തേച്ചു പോടാ. ചേച്ചി ഇവിടെ ഇന്നത് കണ്ടില്ലേ ചേച്ചി? ആ ഉമ്മ അങ്ങോട്ട് ശരിയായില്ല, ഒന്നും കൂടെ കൊടുത്തില്ല. ഇനി തിരിഞ്ഞോ? പുല്ലി ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് തിരിയും. അമ്മയുടെ അനുഗ്രഹം മേടിക്കാതാണോ പോകുന്നത് നീ? ഒരു വർഷത്തേക്കുള്ള അനുഗ്രഹം കിട്ടിയില്ല, ഇത് ഒരാഴ്ച ആകുമ്പോ തീർന്നു. ഒന്നിപ്പഴച്ച മൂന്നെണ്ണാണല്ലോ. എന്റെ ദൈവമേ. വണ്ടി വരും. വണ്ടി വൈകും. എന്തോ വായത്. എങ്ങനെയാലും പറഞ്ഞു വിടാൻ നോക്കാം. കരയുന്നത് ഒരാങ്ങളെ ഗൾഫിൽ പോകുമ്പോ പെങ്ങൾ ഇത്രയും കരഞ്ഞില്ലേ? നാട്ടുകാർ എന്തൊക്കെ പറയുന്നുണ്ട്. ശരിയാ കരഞ്ഞു. അതിന് അമ്മ എന്തിനാ അലറി കരയുന്നേ? പെങ്ങൾ ഇത്രയും കരയുമ്പോ പെറ്റതള്ള അതിന്റെ മേലെങ്കിലും കരയുണ്ടോ? പോയി. അയ്യോ നോട്ടറി എന്റെ കുഞ്ഞിലടി സൈഡിൽ ഇരുന്ന് കപ്പലിൽ ഇരുന്നിട്ട് തൊലി ഇങ്ങോട്ട് ഇടുന്നതാ. കുഞ്ഞിലോട്ട് അവന് സൈഡ് സീറ്റ് തന്നെ കിട്ടിയമ്മ. ചോദിച്ചു മേടിച്ചതാ. എന്തോ അമ്മ എന്തോ അവിടെ നല്ല ഇവിടുന്ന് 3 വർഷം കഴിഞ്ഞ അല്ലമ്മ, ഇവക്ക് ഞാൻ പോകുമ്പോ വിഷമം, അമ്മയ്ക്ക് ഞാൻ പോകുമ്പോ വിഷമം. ഇവക്ക് ഇപ്പൊ എന്നോട് പഴയതുപോലെ അടിവേ കൂടെ ഉണ്ട്. അമ്മ എനിക്ക് എപ്പോഴും പലരും മനുഷ്യരും ഭയങ്കര സ്നേഹം. ഈ നാടും കൂടൊക്കെ വിട്ട് കണ്ട നാട്ടിൽ ചെന്ന് കിടക്കണ എനിക്ക് വിഷമം. എപ്പോഴും അറിയാണെങ്കിലും എന്തെങ്കിലും തിന്നുമ്പോ ഇവക്ക് കൊടുക്കാതെ ഞാൻ തിന്നിട്ടുണ്ടോ അമ്മ? അവിടെ ചെന്ന് ഞാൻ ഇത് പൊട്ടിക്കുമ്പോ എങ്ങനെ എന്നെ തൊണ്ടയെ കൂടി ഇത് ഇറങ്ങും. അതുകൊണ്ട് ഞാൻ പോണില്ല. ഈ വർഷമെങ്കിലും എന്റെ കല്യാണം നടത്താൻ നീ സമ്മതിക്കത്തില്ലല്ലേ? അതിനടിച്ചത് എന്തിണ്ടി? എടാ എല്ലാരും പറയത്തില്ലേ സ്കിറ്റിന്റെ ക്ലൈമാക്സ് ആവുമ്പോ അടിച്ചു നിർത്തണമെന്ന്. അങ്ങനെ നീ എന്തിനാടാ എന്നെ തല്ലിയേ? അങ്ങനെയാണെങ്കിൽ അടിച്ചു നിർത്തിയാ പോരാ, പഞ്ചിനടിച്ചു നിർത്തണം. അത് ശരിയാക്കളെ. എന്തിനമ്മ ഞങ്ങളെ തല്ലിയേ? ഇരിക്കട്ടെ ഒരു ഡബിൾ പഞ്ച്. സൂപ്പർ, പൊട്ടിച്ചിരിയുടെ മഹാലോകത്തേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും. അതാണ് ഞങ്ങൾ വടക്കേക്കരക്കാര്. ചില സാധനങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നല്ല സാധനങ്ങൾ കാണിച്ചു തരുന്നതിന് നന്ദി. ഇന്ന് നമ്മള് എന്തായാലും നമ്മളുടെ പ്രണവിന് കൊടുത്തേ പറ്റൂ. എന്താ പറയാ, പ്രണവിന്റെ ലാസ്റ്റിന്റെ ആ ഒരു മെച്ചോറിറ്റി, ആ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അവൻ ഇത്രയല്ലേ ഉണ്ടായിരുന്നത് വന്നപ്പോ, ഇതിങ്ങനെ വളർന്ന് എവിടേക്കോ പോവാണോ. നല്ല മെച്ചോറിറ്റി ആയിട്ടുണ്ട് മോന്റെ ഒരു ആക്ടിങ്ങില് ആ ഒരു ഒതുക്കം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചേച്ചിയും നമ്മളുടെ സോനയും എല്ലാരും 3 പേരും തൂക്കി.
അങ്ങനെ എല്ലാരും നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് ബാറ്ററിയിലേക്ക് പോവാം. ചെറിയൊരു ടെൻഷൻ അടിച്ചോ, കാരണം നമ്മൾ തമ്മിൽ സംസാരിച്ചില്ലയോ. എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടടാ. ആ തിരിഞ്ഞോ. പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി ഒരു അണുകുടുംബം. ഇനി ഗൾഫിൽ പോകണ്ട. പൈസ അപ്പൊ ശരി ചേച്ചി, ഓ ഇവരുടെ കല്യാണം, ഗൾഫിലേക്കുള്ള പോക്ക് എല്ലാത്തിനും ചേർന്ന ചെലവ്. എന്തായാലും ഗൾഫിൽ പോയാ അപ്പൊ അവന് അതെ. കാശുണ്ട്. പിന്നെ കല്യാണം കഴിപ്പിക്കണ്ടേ? അതാണ് മെയിൻ. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അടുത്ത തവണ ഇതുപോലെ ചിരിപ്പിക്കാനായിട്ട് വീണ്ടും വരാം. യുദ്ധം വീണ്ടും തുടരാൻ പോവുകയാണ്. ഞങ്ങൾ വില കൂടുവോ? അയ്യോ അതല്ലടാ, കോമഡിയുടെ യുദ്ധമാടാ പറഞ്ഞേ മോനെ. നമ്മുടെ സ്കിറ്റ് കഴിഞ്ഞു, ബാറ്ററി ഒക്കെ ചാർജ് കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇനി നിങ്ങൾ ആരെയാണ് ഇറക്കാൻ പോകുന്നത്? ഞങ്ങൾക്ക് ഇറങ്ങണേനും പറയാനുള്ള പെട്രോളിന് വില കൂടിയില്ല, ഞങ്ങളുടെ കോമഡിയുടെ വില കൂടിക്കൊണ്ടിരിക്കാൻ പോവുകയാണ്. വിളിക്കാൻ പോണേ പറയടാ. കാരണം നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിനെ കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായമാണ് നമ്മുടെ ഇവിടെ ഒരു കുടുംബം പോലെയാണെന്ന്. അതുകൊണ്ട് ഇവിടെ പലരും കുടുംബത്തിൽ നിന്ന് മാമനെയും മച്ചാനെയൊക്കെ ഇറക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അത് പ്രമാണിച്ച് അതെ ഞങ്ങൾ വിട്ടോട്ടെ. പക്ഷെ ഇപ്രാവശ്യം അതുകൊണ്ട് ഞങ്ങൾ ഒരു കുടുംബത്തിലെ ചേച്ചിനെയും അനിയത്തിനെയും അങ്ങ് ഇറക്കാൻ പോകും. ആരൊക്കെയാണെന്നറിയോ? പ്രിയദർശിനിയും വിഷ്ണുപ്രിയയും കൂടെ നമ്മുടെ മനോജ് ചേട്ടന്. ബാറ്ററി ഒന്ന് ഓണാക്കി വെച്ചിരിക്കാം. ബാറ്ററി ഓണാണ്. പോരട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഞാൻ ഈ സാക്ഷരതാ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. പക്ഷേ 10 കുട്ടികൾ ഇങ്ങനെ നിരന്ന് നിന്ന് ഗുഡ് മോർണിംഗ് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെങ്ങനാ 10 മണി കഴിഞ്ഞിട്ടും ഇവിടെ വരുന്ന മുതുക്കുകളൊന്നും ക്ലാസ്സിൽ വന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഇവരൊക്കെ കൃത്യസമയത്ത് പണ്ട് സ്കൂളിൽ പോയിരുന്നെങ്കിൽ ഇപ്പൊ ഈ സാക്ഷരതാ ക്ലാസ്സിൽ വന്ന് പഠിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ല, ഒരു കാര്യമുണ്ട്. വരട്ടെ. ഒരെണ്ണം വരുന്നുണ്ട്. സിനിമാറ്റിക് ഡാൻസ് മത്സരത്തിനെങ്ങാനും വരുവാന്ന്. അല്ല, എന്താണ് ഉദ്ദേശം? എന്താ താമസിച്ചേ? വായിലെന്തോ പഴം പുഴുങ്ങി വെച്ചേക്കുവാന്നോ? പുഴുങ്ങിയ പഴത്തിന്റെ ഇവിടെ ഈ പഴമൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരണം. വീട്ടിൽ വെച്ച എന്റെ ഭർത്താവ് കട്ട് തിന്നെ സാർ. അയ്യോ, അത് വേറൊരു പഴം. വാ ഇങ്ങോട്ട് വാ. ഇരി. അനസൂയ എവിടെ? അതാ വരുന്നുണ്ട് സാർ. നല്ല ദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങിയാണോ സ്കൂളിലോട്ട് വരുന്നത്? അയ്യോ, എന്താ ലേറ്റായേ? ലേറ്റസ്റ്റ് അല്ലല്ലോ, ലേറ്റസ്റ്റ് എന്നല്ലേ? പുതിയ ഒരു സ്ലേറ്റ് വാങ്ങി, അതാണ് സ്ലേറ്റസ്റ്റ്. പദപ്രയോഗമൊക്കെ കൊള്ളാം. പക്ഷെ എന്താ താമസിച്ചത്? ഇനി തൊട്ട് ഞാൻ താമസിച്ചേ വരൂ. അതെന്താ താമസിച്ചേ വരൂന്ന്? എന്റെ വീട്ടിന്റെ അടുത്ത് പുതിയൊരു ബോർഡ് വന്നു. അതേത് ബോർഡ്? സ്കൂൾ എഹെഡ് ഗോസ് സ്ലോ. എന്ന് വായിച്ചിട്ട് ആ സ്കൂൾ എടുത്ത് തലേ ചുമന്നുണ്ടെങ്കിൽ വരാതിരുന്നത് കാര്യമായി. അതെ, സ്കൂൾ എഹെഡ് ഗോസ് സ്ലോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കുള്ളതല്ല. ഇവളുടെ കുഞ്ഞമ്മയ്ക്കുള്ളതാണോ സാർ? അല്ല, കൊച്ചനുള്ളത്. ഒന്നും മിണ്ടായി. താമസം വരികയും ചെയ്യും, ആവശ്യമില്ലാത്ത കൗണ്ടറും പറയും. സ്കൂൾ എഹെഡ് ഗോ സ്ലോ എന്ന് പറഞ്ഞാൽ അത് വാഹനങ്ങൾക്കുള്ളതാണ്. അതായത് സ്കൂൾ അടുത്തുണ്ട്, പതുക്കെ പോവുക. അപ്പൊ നാളെ തൊട്ട് ഞാൻ വാഹനത്തിലേ വരുള്ളൂ. അതെന്തിനാ വാഹനത്തിൽ വരുന്നേ? പതുക്കെ വന്നാ മതിയല്ലോ. എന്നാലും പതുക്കെ വരൂ. പോ അവിടെ ചെന്നങ്ങ് ഇരി. അയ്യോ, കിട്ടിയില്ല. എന്ത് കിട്ടിയില്ല? കിട്ടാനുള്ളത് കിട്ടിയില്ല. കിട്ടാനുള്ളത് കിട്ടിയാലേ കിട്ടാനും ഉറക്കം വരൂ. പഴഞ്ചൊല്ലി പറഞ്ഞ് കളിക്കാൻ വന്നതാണോ? ഒരു അധ്യാപകൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഗുഡ് മോർണിംഗ് കിട്ടണം. മോർണിംഗ് സാർ. ഗുഡ് എവിടെ? ഇന്ന് ഹരിയാണം വന്നോ? വന്നില്ല. ഗോവേണം വന്നോ? വന്നില്ല. ഇവരൊന്നും വരാതെ എന്ത് ഗുഡ് സാറിന് മോർണിംഗ് മതി. അപ്പൊ ഹരിയണ്ണന്റെയും ഗോപണ്ണന്റെ കയ്യിലാണോ നിങ്ങളുടെ ഗുഡ് ഇരിക്കുന്നത്? ആ ഗുഡ് എനിക്ക് വേണ്ട കേട്ടോ. വേണ്ടെങ്കി വേണ്ട. അപ്പോൾ നമുക്ക് ഹാജരി വിളിക്കാം. അയ്യോ, എനിക്ക് മനസ്സിലായി. ഹാജരുണ്ടോ എന്ന് ചോദിക്കുമ്പം ഹാജരില്ലേ
എന്ന് പറഞ്ഞ ആ മാട്ട കൗണ്ടർ അടിച്ചോണ്ട് വരാനുള്ള പരിപാടി അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. സാർ നമ്മൾ മാട്ട കൗണ്ടർ ഒന്നും അടിക്കൂല, അടിക്കുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് അടിക്കുള്ളൂ. ഫ്രഷ് അടിച്ചാൽ നിങ്ങൾക്കൊക്കെ കൊള്ളാം. അപ്പൊ ഹാജർ വിളിക്കാൻ പോവാ. അനസൂയ, പ്രിയംവദ, രാധിക. പ്രസവം സാറാ? അഞ്ചാമത് പ്രസവിച്ച് കിടക്കണു. അഞ്ചാമതാ? സാർ പേടിക്കണ്ട, അവളിനി പ്രസവിക്കൂല. അതെങ്ങനെ അറിയാം? 5 കഴിഞ്ഞ അവക്ക് എണ്ണ അറിയില്ലല്ലോ. അയ്യോ, പഠിത്തത്തിന്റെ കുറവ് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിരിക്കട്ടെ, പ്രിയമത പകർത്തി എഴുതി കൊണ്ടുവന്നോ? എവിടെ കാണിക്ക്. ആണ്ട്രാ, പകർത്തി എഴുതി കൊണ്ടുവന്നോന്ന് ചോദിച്ചപ്പോ നല്ല പറത്തി എഴുതി തന്നേക്കുന്നത്. ഇതൊക്കെ എന്തൊരു കഷ്ടമാണ്. ഈ ബുക്കിലെ 3 പ്രധാനപ്പെട്ട പേജുകൾ കാണുന്നില്ലല്ലോ. രാവിലെ മീൻ വാങ്ങിക്കാൻ വന്നപ്പോ വേറെ പേപ്പർ വേണ്ട, ഇതിൽ നിന്ന് കീറിയെടുത്ത് കൊടുത്തു സാർ. പഠിക്കാമെന്നതാ. സ്കൂളിൽ പഠിച്ചപ്പോ എന്താകണമെന്നായിരുന്നു ആഗ്രഹം? ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടർ. പഠിക്കുന്ന പുസ്തകത്തിൽ നിന്ന് പേപ്പർ കീറി മീൻ വാങ്ങിക്കാൻ കൊടുത്തിട്ട് ആഗ്രഹം ജില്ലാ കളക്ടർ ആവുകയും ചെയ്യും. അപ്പോ നമുക്ക് ഇനി കാര്യഗൗരവമുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. നീ ചോദിക്കടാ, നീ ചോദിക്കടാ. കാര്യഗൗരവമുള്ളത് ചോദിക്കടാ. ഒന്നും പറയുന്നില്ലല്ലോ. കാര്യഗൗരവമുള്ള ചോദിക്കടാ, നമ്മളും ഗൗരവത്തിൽ തന്നെ ഉത്തരം പറയും. ഗൗരവം വേണ്ട. നീ വേണ്ടേ? അയ്യോ, ഞാനൊരു ആലങ്കാരികമായിട്ട് ഗൗരവം എന്നൊന്ന് പറഞ്ഞു പോയതാ. എന്നെ കൊല്ലം വന്നു കളഞ്ഞല്ലോ. ഞാൻ ചോദ്യം ചോദിക്കാം എന്നാണ് പറഞ്ഞത്. അതായത് എന്റെ ചോദ്യം ഇതാണ്: ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്ത്? പരദൂഷണോ? അത് പറയേണ്ട താമസം ഇവള് ഗോവേണന് കൊടുക്കും, ഹരിക്ക് കൊടുക്കും. ഗ്രാമം മൊത്തം വേഗത്തിൽ പരക്കും. അതിനെ കവച്ചു വെക്കാൻ ഒന്നും ഇല്ല സാർ. എന്റെ കാതിലും പലതും വന്ന് കേൾക്കുന്നുണ്ട്. വേണ്ട. ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്താണെന്ന് അനസൂയ ഒന്ന് പറയൂ. ശബ്ദം. 3 ദിവസം കൊണ്ട് എന്റെ ശബ്ദം കളഞ്ഞ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ടും തെറ്റുത്തരം പറയുന്നു. ശബ്ദം. കൈനേട്ട. ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശബ്ദമല്ല, പ്രകാശം. പ്രകാശനല്ല, പ്രദീപ്. പ്രകാശം. നാശം. ഉണ്ടാതിരി. ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. അതായത് ഇനി നമുക്ക് കണക്കായാലോ? കണക്കെന്നാണ് പറഞ്ഞ, അല്ലാതെ കുണുക്കെന്നല്ല പറഞ്ഞ. ഇങ്ങനത്തെ കണക്ക് കണക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. 12ഉം 15ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 12ഉം 15ഉം കൂട്ടി എനിക്ക് തല കറങ്ങും. ഒരു കണക്ക് ചോദിച്ചപ്പോ ഇരുന്ന് തല കറങ്ങുന്നു. അതെ, ഈ തല കറങ്ങുമ്പം ബാക്കിൽ മുതു കാണാൻ പറ്റുന്നുണ്ടോ? ഇവളുടെ കാണാൻ പറ്റുന്നുണ്ട് സാർ. അയ്യോ, ഞാനെന്തെങ്കിലും ചോദിക്കുമ്പോ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഉദാഹരണ സഹകരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനൊരു 2 ആപ്പിൾ അനസൂയക്ക് തരുന്നു, 2 ആപ്പിൾ പ്രിയമതയ്ക്ക് തരുന്നു. അങ്ങനെങ്കിൽ മൊത്തം എത്ര ആപ്പിൾ ഉണ്ട്? പ്രിയമത പറയൂ. 5 ആപ്പിളാ? അതെങ്ങനെ വന്നു? ഇവൾക്ക് 2 കൊടുത്തു. എനിക്ക് 2 തന്നു. എന്റെ ബാഗിൽ ഒരു ആപ്പിൾ ഉണ്ടല്ലോ. ഈ ആപ്പിൾ ഞാൻ തിന്നു. അപ്പോഴോ? 0. അതെങ്ങനെ? സാറ് ആപ്പിളിനോ പിന്നെ കണ്ടോണ്ടിരിക്കോ, നമ്മളും തിന്നു. ദൈവമേ, ഐസക് ന്യൂട്ടന്റെ തലേ വീണ ആപ്പിൾ ഇവരുടെ മണ്ടേ വീണിരുന്നെങ്കിൽ അത് ഞാൻ തിന്നായിരുന്നു. എന്നെ കൂടെ പിടിച്ചങ്ങ് തിന്ന്. അയ്യോ, തിന്നല്ലേ. എന്റെ വീട്ടിലെ കോഴി ഇന്നലെ ആദ്യമായിട്ടൊരു മുട്ടയിട്ടല്ലോ. എന്നിട്ട് ആ മുട്ട എന്ത് ചെയ്ത്? തിന്നു. അയ്യോ, നീ നാളെ എനിക്ക് പൊരിച്ചു കൊണ്ടുവരുവരണം. പറ്റൂല. അതെന്ത്? ആദ്യമായിട്ട് മുട്ടയിട്ട സന്തോഷത്തിൽ ആ കോഴിയെ ഞാൻ പൊരിച്ചങ്ങ് തിന്നല്ലോ. നല്ല നല്ല മുട്ടകളാണല്ലോ കോഴിയെ പൊരിച്ച് തിന്നിട്ട് ദാ വന്ന് നിൽക്കുന്നത്. എനിക്കൊന്നും കേൾക്കാൻ വയ്യേ. അപ്പൊ കോഴിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കോഴിയെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ലോകത്തിന്ന് വരെ ആരും ചോദിച്ചിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? കോഴി സാർ. കോഴി സാറാ? കോഴി. മുട്ട. കോഴി. മുട്ട. കോഴി. കോഴി നിന്റെ കെട്ടിയാൻ. എന്റെ കെട്ടിയവനെ പറയണ നീ? നിന്റെ കെട്ടിയവൻ ഏറ്റവും വലിയ കോഴിയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാലോ. നിർത്ത്. കോഴിയുമല്ല മുട്ടയുമല്ല ആദ്യം ഉണ്ടായത്. പിന്നെ പൗൾട്രി ഫാം. അവിടെ നിന്നല്ലേ നിങ്ങൾ കോഴിയും മുട്ടയൊക്കെ വാങ്ങിക്കുന്നത്? പിന്നെ അല്ല. അതെ, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് എന്റെ വിജയകരമായ ചോദ്യത്തിന് ശേഷം താജ്മഹൽ ഉണ്ടാക്കിയതാരും? ഞാനല്ല. കുത്തബ് മിനാർ ഉണ്ടാക്കിയതാരും? അവിടെ വിമാനം ഉണ്ടാക്കിയതാരും? സാർ നീ ഉണ്ടാക്കിയ ചോദ്യം മാത്രമേ ചോദിക്കാവുള്ളൂ. അപ്പൊ അവിടെ ഇനി ഞാൻ ഉണ്ടാക്കുന്നില്ല. ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഇനി ഞാൻ പറയുന്നത് ചർച്ച ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക.
എടി നീ ഇന്നലെ എന്റെ റീല് കണ്ടോ? ഞാൻ കണ്ടില്ല. 1K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇന്നലെ കൂടി, മില്യൺ വ്യൂസ്. നീ കാണൂല, വെറുതെ അല്ല നിനക്ക് അനസൂയാന്ന് പേര് വെച്ചിരിക്കുന്ന. അസൂയ. നീ എന്റേത് കണ്ട 80K. പിന്നെ നിന്റെ കേ കാണാൻ തന്നെ ഞാൻ ഇവിടെ ഹലോ ഹലോ, ചർച്ച തീർന്നില്ല. ഗോവേണ്ണൻ നിനക്ക് കമന്റ് ഇട്ടാ ഇന്നലെ? കമന്റ് വിട്ട് വിളിക്കുകയും ചെയ്തു. ഗോവേണ്ണ എന്നെ കൊളാബ് ചെയ്തില്ല. ഹലോ ഇവിടെ മിണ്ടായിരി. ഗോവേണ്ണ ബാക്കി കാര്യം എന്നെ കൊളാബ് ഒന്ന് ചെയ്യാത്തത്. നിർത്തുന്നുണ്ടോ? സാർ ഇത് ചർച്ച ചെയ്തല്ലേ പറയാൻ പറഞ്ഞത് സാറ്. അതിന് ഞാൻ എന്ത് ചോദിച്ചേ? അയ്യോ, അയൽക്കൂട്ടത്തിലാണെന്ന് വിചാരിച്ചു ചർച്ച ഞാനങ്ങ് പിരിച്ചു വിട്ട്. നമ്മളെ ഗോപേണ്ട കൊളാബ് ഉണ്ടായിരുന്നോണം. അനസൂയ ഇവിടെ വരൂ. സാർ ഇവിടെ വരൂ. സാർ ഇവിടെ വരൂ. ഭയങ്കര ചർച്ചക്കാരിയല്ലയോ? ഇതിന്റെ ഉത്തരം പറ. ഇത് എന്താണ്? സാർ മാപ്പ്. അറിയത്തില്ലെന്ന് പറഞ്ഞ് വിചാരിച്ച, പക്ഷെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടാ. സാർ ഇത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് മാപ്പ്. ആ മാപ്പല്ല, ഇതാണ് ഭൂപടം. ഭൂപടം. ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവിന്റെ പടം. ഭൂമിന്റെ പടം അല്ല, കായയുടെ പടം. കായുടെ പടം. അയ്യോ, ഭൂമിയുടെ പടം. ഭൂമിയുടെ പടം. അപ്പോ ഇതിൽ ഉത്തർപ്രദേശ് എവിടെ ഒന്ന് കണ്ടുപിടിക്കാമോ? ഇതിലെന്റെ വീട് പോലും എനിക്ക് ഉത്തർപ്രദേശ് ആക്കി വെച്ചിട്ട് നിൽക്കുന്നു. ഒരു സംസ്ഥാനം കുത്തിക്കീറിയപ്പോ സമാധാനമായ. എന്റെ സ്വഭാവം ശരിക്ക് അറിഞ്ഞൂടാ. ഒരു കാര്യമുണ്ട്, എനിക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലായി. നിങ്ങളെ ഒന്നും പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴേ മനസ്സിലായല്ലോ. അതെ, പഠിത്തമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ വാർഷിക പരിപാടിയിലേക്കല്ലേ വരുന്നത്. അപ്പോ കലാപരമായി എന്തെങ്കിലും കഴിവുകൾ നിങ്ങൾക്കുണ്ടോ? ഞാൻ പാട്ട് പാടും സാർ. പ്രിയംവദ പാടും. പാടും സാർ. ഏത് പാട്ടാ? എന്താ 4 ലൈൻ എഴുതി വെച്ചിട്ടുണ്ട് സാർ. ആഹാ, നോക്കട്ടെ. ഏബ നാനെ പൂ, ഏബ നാനെ കാ. ഹിന്ദി പാട്ടാ? മലയാളം. മലയാളം പാട്ടാ? ഏബ നാനെ പൂ, ഏബ നാനെ കാ. ഓ, ഇത് അനിൽ കപൂറിന്റെ പടത്തിലെ പാട്ട് എനിക്ക് അറിയാതെ. അല്ല സാർ. പിന്നെ? ഏ ബനാനെ ഒരു പൂ തരാമോ, ഏ ബനാനെ ഒരു കായ് തരാമോ. വാഴയിലെ പാട്ടാണ് സാർ. വാഴയിലെ പാട്ടാ നിങ്ങൾ പാടിയപ്പോ എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഏബ കഴിഞ്ഞ് 1/2 കിലോമീറ്റർ കഴിഞ്ഞ് കായും പൂയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ മനസ്സിലാവാനാ പഠിപ്പിക്കുന്നതിന്റെ ഒരു ഗുണം. സാറല്ലയോ പഠിപ്പിക്കുന്ന അത്ര ഗുണം പ്രതീക്ഷ മതി. അതെ, ഈ പാട്ടല്ലാതെ വേറെന്ത് പരിപാടിയുണ്ട്? ഡാൻസ് ഉണ്ട് സാർ നമ്മുടെ. ഏത് പടത്തിലെ പാട്ടാ? വാഴ 2. വാഴ വിട്ട് ഒരു കളിയുമില്ല. അപ്പൊ വാഴയിലെ ഏത് പാട്ടാ? കൊച്ചു കുഞ്ഞിന്റെ അച്ഛനൊരു ചക്ക വാങ്ങാൻ പോയി, ചക്ക വാങ്ങാൻ പോയി. ചക്കയല്ല, തേങ്ങ. തേങ്ങ. ഓ, ചക്ക തേങ്ങയൊന്നും അല്ല, കച്ച വാങ്ങാൻ പോയെന്നാണ്. കച്ച നേരെ എഴുതി വെച്ചോ. സാർ വാഴ 3 ഇറങ്ങാൻ പോണു. വാഴ 3 ഇറങ്ങാൻ പോണു. ഗേൾസ് ഓൺലി. എന്തുവാ? സാർ പെണ്ണുങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള സിനിമയാണ്. അത് ഇറങ്ങി കഴിയുമ്പോ നമ്മൾ വാഴ 3. ഈ വാഴ 4നെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടില്ല? ഇല്ല. നിങ്ങൾക്ക് 10 അക്ഷരം പറഞ്ഞു തന്ന് നിങ്ങളെ ഏതെങ്കിലും ഒരു നിലയിലാക്കുമെന്ന് പറയുന്ന ഞാനാണ് വാഴ 4. പിന്നെ മരവാഴ. അയ്യോ, ചേച്ചി, മനോജേട്ടനല്ല, ഇവരെ കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. കാര്യം ഇവര് തിരുവനന്തപുരത്തെ ഓഡീഷന് വന്നതാണ് ഇവർ രണ്ടുപേരും. അന്ന് ഞങ്ങൾ ഇങ്ങനെ ഇവരോട് ചോദിച്ചത് എന്താണ് ഈ സമയത്ത് ഇങ്ങനെ ഓഡീഷനൊക്കെ വരാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവരുടെ പണ്ട് മുതലേ അവരുടെ ആഗ്രഹമാണ് എവിടെയെങ്കിലുമൊക്കെ പെർഫോം ചെയ്യണം, TV-യിൽ വരണം, അഭിനയിക്കണം. അങ്ങനെ ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നാന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ ഈ ഫ്ലോറിലെത്തി പെർഫോം ചെയ്ത് നിൽക്കുമ്പം ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ് ഈ 2 ചേച്ചിമാർ. അല്ല, എനിക്ക് ഇവര് ആദ്യമായിട്ട് പെർഫോം ചെയ്യാണെന്ന് തീരെ തോന്നിയില്ല. ബിക്കോസ് 2 പേരും വ്യക്തിത്വം വേറെയാണ്. ഒരു ഡയലോഗ് ഡെലിവറി ആണെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ഭയങ്കര വ്യത്യസ്തമാണ്. ഇവരുടെ ആ ഒരു സ്ട്രേറ്റ് ഫേസ്, എന്താ പേര്? വിഷ്ണുപ്രിയ സൂപ്പർ ഫേസ് എക്സ്പ്രഷൻ. ഒരു നമ്മളെ ഡെഡ് ഫേസ് എക്സ്പ്രഷൻ എന്ന് പറയില്ലേ, അതിലാണെങ്കിൽ വായ തുറന്ന് അപ്പ ചിരിക്കാൻ വരും. ഇവരാണെങ്കിൽ ഒരു നോട്ടി ഗേൾ, യുനോ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോജാണ്. എന്താ അറിയോ, മനോജ് ഇങ്ങനെ തിളങ്ങി നിന്നത് ഈ പെണ്ണുങ്ങൾ വന്നത് സംശയം. 3 പേരും സൂപ്പർ. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എന്തായാലും ഇനിയും പെർഫോം ചെയ്യണം, ഇനിയും സ്കിറ്റുകൾ ചെയ്യണം. നിങ്ങൾ ഹാപ്പി അല്ലേ? ആദ്യത്തെ സ്റ്റേജിൽ അതും സീനിയറായിട്ട് മനോജേട്ടന്റെ കൂടെ നിങ്ങൾ കിഡിലായിട്ട് പെർഫോം ചെയ്തു. എല്ലാം ഓക്കെ അല്ലേ? ഇനി TV കാണുന്ന പോലെ ഒരു ബാറ്ററി ഇനി വരും.
അല്ലെ ഈ പെർഫോം ചെയ്തതിന് എത്രത്തോളാണ് ബാറ്ററി ചാർജ് കയറിയെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. മനോജേട്ടാ നമുക്ക് നോക്കാം അല്ലേ? നോക്കി പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ കൺഗ്രാറ്റുലേഷൻസ്. 25,000 rupees ആണ് നേടിയിരിക്കുന്നത്. അതെ, ആദ്യത്തെ തവണ തന്നെ 25,000 എത്തി ചേച്ചി. നമ്മൾ 50% കടന്നു കഴിഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് 50ലേക്ക് എത്തിട്ടെ. യെസ് ചേച്ചി, അത് കൊടുക്കാവോ? അതെ, ഇവിടുന്ന് കാണുമ്പോ ഭയങ്കര രസം കാണാൻ. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ടീച്ചേഴ്സുമായിട്ട് ഞാൻ നിൽക്കുന്നത്. സ്റ്റാഫ് റൂമിൽ പോലും ഞാൻ ഓടിപ്പോകും. എടാ, എനിക്ക് ഇവര് പോണതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കണം. എന്നാടാ? നമ്മളൊക്കെ 90s കിഡ്സ് ആണോ? ഒട്ടുമിക്ക നമ്മളിരിക്കുന്ന എല്ലാവരും നമ്മളൊക്കെ ഭയങ്കര അച്ചടക്കമുള്ള കുട്ടികളാണെന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ കുറച്ച് നോട്ടിയാണെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പഴയ പിള്ളേരെയാണോ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേരെയാണോ ഹാൻഡിൽ ചെയ്യാൻ ഈസി? പഴയ കുട്ടികളെ തന്നെയാണ് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഈസി. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവര് ഫോണ്, ഒരുപാട് ന്യൂ ജനറേഷൻ തന്നെയാണ്. നമുക്ക് അവരുടെ കൂടെ ഒത്തുപോകാൻ നമ്മളും ഇച്ചിരി പഴയവരായതല്ലേ, ഞങ്ങളും അവരോടൊപ്പം തന്നെ സ്ട്രോങ് ആയി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. പിന്നെ പണ്ടത്തെ കുട്ടികൾക്കൊക്കെ ചെറിയ അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ഇപ്പൊ അതൊക്കെ അടി ഞങ്ങൾ അംഗൻവാടിയിൽ കാണാൻ പോലും പാടില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടോ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ടോ? ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അവർ എപ്പോഴും ഈ മൊബൈലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവർക്ക് കൂടുതൽ താല്പര്യം വീടുകളിൽ. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ആ ചുറ്റുപാടുമായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലൊക്കെ അവരെളുപ്പം ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ എല്ലാവരും ഈ അംഗൻവാടിയിൽ പോകുന്നതാണ്. പക്ഷെ ഇപ്പൊ അംഗൻവാടിയുടെ പ്രസക്തി കുറഞ്ഞ് ഇപ്പൊ ഈ KG ക്ലാസ്സസ് അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോ കുട്ടികൾ കുറവുണ്ടോ പൊതുവെ അംഗൻവാടികളിൽ? 3 വയസ്സ് മുതൽ പിന്നെ തീർച്ചയായിട്ടും ആ പ്രദേശത്തുള്ള കുട്ടികളെ അംഗൻവാടിയിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് മാത്രമേ അവർ LKG വിടാറുള്ളൂ. ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിലെല്ലാം അങ്ങനെ ഒക്കെ തന്നെയാണ്. പിന്നെ ആ ഒരു ബേസിക് എഡ്യൂക്കേഷൻ ഞങ്ങൾ അംഗൻവാടിയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നൽകുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ കുഞ്ഞുങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പ്രീ സ്കൂൾ പ്രവർത്തനമാണ് അംഗൻവാടിയിൽ നടത്താറുള്ളത്. എന്തൊക്കെയാണ് സംഭവങ്ങള്? ഞങ്ങള് ECC എന്നാണ് ഞങ്ങളുടെ ആക്ടിവിറ്റീസിന്റെ പേര്. അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ്. അതായത് കുഞ്ഞുങ്ങളുടെ ശൈശവ പൂർവ്വകാല പരിചരണവും വിദ്യാഭ്യാസവും. അതിന് കളിയിലൂടെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ ഗ്രഹിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്റെ അമ്മ എന്നെ ഇപ്പോഴും പഠിപ്പിച്ച പഴയ ഒരു സബ്ജക്റ്റിന്റെ ഒരു ടോപ്പിക്ക് ഡാൻസ് കളിച്ചിട്ടാണ് അമ്മ എന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം ഞാൻ തിരിച്ചാണ് ഡാൻസ് കളിച്ച് പറയുന്നത്. അപ്പൊ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റി ഈ പറഞ്ഞത്. ആൻഡ് ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അതായത് പാരന്റ്സിന് അവരുടെ ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഒരു ഈസി മെത്തേഡിനായിരിക്കാം ഫോൺ കൊടുത്ത് ഒന്ന് ശ്രദ്ധ മാറ്റുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ ഈ പറഞ്ഞതിൽ വളരെയധികം കാര്യമുണ്ട്. നമ്മൾ ഫാമിലി കണക്റ്റഡ് ആയാലേ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ഇമോഷൻസിന്റെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മാക്സിമം പറ്റുന്ന രീതിയിൽ ഇപ്പം പിള്ളേരുടെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ അവർ വാശി പിടിക്കണേ വാശി പിടിച്ചോട്ടെ അല്ലേ. ഇച്ചിരി വാശിയും കരച്ചിലും ഒക്കെ കരയുന്നതാണ് ഒരു ചൈൽഡ്ഹുഡിലെ ഒരു മെമ്മറി എന്ന് പറയുന്നത്. ഇത് പറയാൻ ഞാൻ ആരും ആയില്ല. എന്തായാലും 5000 രൂപയ്ക്ക് ഞാൻ ഉടനെ വരുന്നതായിരിക്കാം ഈ ഒരു സങ്കടത്തോടെ. എന്തായാലും ചേച്ചി, നമുക്ക് ഇവര് നമ്മളെ ശരിക്കും വളർത്തിവിട്ട നമ്മുടെ അമ്മമാരാണ്. പിന്നെ തിരിച്ച് നമുക്ക് ഒരു ചോക്ലേറ്റ് ഓഫ് ലവ് എന്നുള്ള രീതിയിൽ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, ദ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് നമ്മളുടെ ടീച്ചേഴ്സ് ആണ്. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ നേടിയിരിക്കുന്നത് നമ്മുടെ ഏഴംകുളം പഞ്ചായത്തിലെ അംഗനവാടി ടീച്ചേഴ്സ് ആണ്. കൺഗ്രാറ്റുലേഷൻ. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാ സ്റ്റുഡൻസും ബ്രൈറ്റ് ആവുന്നത് നിങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിച്ച് വിടുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ എപ്പോഴും ബ്രൈറ്റസ്റ്റ് ആയിട്ട് ഇരിക്കാനാണ് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം. അതുകൊണ്ട് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു ടീച്ചേഴ്സ്. അങ്ങനെ നമ്മുടെ ടീച്ചർ അമ്മമാർക്കൊക്കെ നമ്മൾ നേടി കൊടുത്തിരിക്കുകയാണ് ഓരോ സമ്മാനങ്ങളും. ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.